പാതിവില തട്ടിപ്പിൽ തന്നെ പ്രതി ചേർത്തത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് നജീബ് കാന്തപുരം എം.എൽ.എ. അനന്തുവിന്റെ നേതൃത്വത്തിൽ നടന്ന സാമ്പത്തിക തട്ടിപ്പ് ആസൂത്രിത കൊള്ളയാണ്. സർക്കാർ കുറ്റക്കാരെ കണ്ടുപിടിക്കാതെ വഞ്ചിതരായ NGOകൾക്ക് പിന്നാലെ പോവുകയാണെന്നും തനിക്കെതിരായ കേസ് രാഷ്ട്രീയമായി നേരിടുമെന്നും പണമടച്ചവർക്ക് തുക നഷ്ടപ്പെടില്ലെന്നും നജീബ് കാന്തപുരം പറഞ്ഞു. പോയ ആളുകൾക്ക് പിറകെ അല്ല പോകുന്നത്. അതിൽ ഒരു അനന്തു മാത്രമാണ്, അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന അനന്തു മാത്രമാണ് ഇപ്പോൾ ജയിലിൽ കഴിയുന്നത്. എന്നാൽ ഇപ്പൊ കേസെടുത്തുകൊണ്ടിരിക്കുന്നത് ആർക്കെതിരെയാണ്? ഈ പണം നഷ്ടപ്പെട്ട, പണം കൊള്ളയടിക്കപ്പെട്ട, വഞ്ചിക്കപ്പെട്ട NGOകൾക്കെതിരെ കേസെടുക്കുന്നു. പാതിവില തട്ടിപ്പ് കേരളത്തിലുടനീളം ഒരു ഗ്രാമം പോലും ഒഴിയാതെ നടത്തിയ ആസൂത്രിതമായ കൊള്ളയാണെന്ന് നജീബ് കാന്തപുരം എം.എൽ.എ. പറഞ്ഞു. സാധാരണ മനുഷ്യരുടെ കീശയിൽ നിന്നും വലിയ തോതിൽ പണം തട്ടിയെടുത്ത കുറ്റകൃത്യമാണിത്. ഇതിൽ പങ്കാളികളായ കുറ്റക്കാരെ കണ്ടുപിടിക്കാതെ ഇരകളായ NGOകളെ തേടിയാണ് സർക്കാർ പോകുന്നതെന്ന് നജീബ് കാന്തപുരം വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. എനിക്കെതിരെ എടുത്ത കേസ് പൂർണ്ണമായും രാഷ്ട്രീയ പ്രേരിതമാണ്. ഞാൻ അതിലേക്ക് വരാം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ക്രൈമിന്റെ ഉത്തരവാദിയെ കണ്ടെത്താതെ, അല്ലെങ്കിൽ അവരുടെ ഒരു ഗ്യാങ്ങിനെ വെറുതെ വിട്ടുകൊണ്ട് വളരെ കൃത്യമായി ഈ ക്രൈമിനെ വഴി തിരിച്ചുവിടാൻ ആഗ്രഹിക്കുകയാണ്. പണം ഞങ്ങൾ തരും. കേരളത്തിലുടനീളം കബളിപ്പിക്കാൻ വലിയ തട്ടിപ്പ് സംഘത്തിന് സാധിച്ചു എന്നത് ഇന്റലിജൻസിന്റെ പരാജയമാണ്, ഭരണ സംവിധാനത്തിന്റെ തോൽവിയാണ്. സർക്കാർ അതല്ലെങ്കിൽ ഇക്കാര്യങ്ങളെല്ലാം മറച്ചുവെച്ചതാണ്. ആർക്കോ വേണ്ടി സർക്കാർ ഇതിൽ പണിയെടുത്തിട്ടുണ്ട്. ഒരു അനന്തു മാത്രമാണ് ജയിലിലുള്ളത്. തനിക്കെതിരെ എടുത്ത കേസ് പൂർണ്ണമായും രാഷ്ട്രീയ പ്രേരിതമാണ്. നമ്മളൊരു ക്രൈം നടന്നാൽ, ഇവിടെ വക്കീൽമാർ ഒരുപാട് ഇരിക്കുന്നുണ്ട്, ഒരു ക്രൈം നടന്നാൽ അതിന്റെ ഇന്റൻഷനാണ് ഏറ്റവും പ്രധാനം. ഇതിൽ NGOകളുടെ ഇന്റൻഷൻ എന്താണ്? NGOകളുടെ ഇന്റൻഷൻ വളരെ കൃത്യമാണ്. അവർ ഈ നാട്ടിൻപുറത്തുള്ള കുറച്ച് ആളുകൾക്ക് ഏതെങ്കിലും തരത്തിൽ സഹായം ചെയ്യാം. ഇപ്പൊ പാലിയേറ്റീവ് ക്ലിനിക്കുകൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നു, സന്നദ്ധ സംഘടനകൾ പ്രവർത്തിക്കുന്നു. അവരുടെ എല്ലാ ഉത്തരവാദിത്തം എന്താണ്? നാട്ടിൽ നടക്കുന്ന ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ നടത്തുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഗവൺമെന്റ് സ്പോൺസേർഡ് ആയിട്ടുള്ള ഒരു വലിയ നാഷണൽ വൈഡ് ആയിട്ടുള്ള നാഷണൽ NGO കോൺഫെഡറേഷൻ വരുന്നതായി നമ്മൾ അറിയുന്നത്. ആരോപണ വിധേയമായിട്ടുള്ള നാഷണൽ NGO കോൺഫെഡറേഷന്റെ ഓഫീസ് ഉദ്ഘാടനം ചെയ്തത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ്. NGOയെയും അനന്തുകൃഷ്ണനെയും പുകഴ്ത്തുന്ന ശിവൻകുട്ടിയുടെ പഴയ പ്രസംഗത്തിന്റെ വീഡിയോയും MLA മാധ്യമങ്ങൾക്ക് നൽകി. മന്ത്രിസഭയിലെ അംഗം ഈ സംഘടനയ്ക്ക് വേണ്ടി രംഗത്തെത്തി. 1 വർഷം കഴിഞ്ഞാണ് താൻ ഈ സംഘടനയുമായി സഹകരിച്ചത്. CPIM MLAമാരും CPM ഭരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റുമാരുമെല്ലാം ഇതിന്റെ ഭാഗമായിട്ടുണ്ടെന്നും നജീബ് കാന്തപുരം പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു വീഡിയോ ഷോ ചെയ്യാണ്. ഈ വീഡിയോ 2023 ഓഗസ്റ്റ് 20 ഈ നമ്മൾ ഈ പറയുന്ന നാഷണൽ NGO കോൺഫെഡറേഷന്റെ ഓഫീസിന്റെ ഉദ്ഘാടനം നടക്കുന്ന വീഡിയോ ആണ്. ആ ഉദ്ഘാടനം നടത്തുന്നത് നമ്മുടെ ബഹുമാന്യനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടിയാണ്. ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് അയച്ചു തരാം. ശിവൻകുട്ടി ഇതിൽ വളരെ പ്രധാനമായും പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നത് ഞാനൊന്ന് പറയാം. ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും തരാം. പാതി വിലയിൽ ലാപ്ടോപ്പ് ഉൾപ്പെടെ നിരവധി കാര്യങ്ങൾ വിതരണം ചെയ്യുന്ന ഈ സംഘടന സെപ്റ്റംബർ മുതൽ തീരദേശ മേഖലയിലേക്ക് പ്രവർത്തനം വ്യാപിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗമാണ്. തീർച്ചയായും ഇതൊരു പുതിയ കാൽവെപ്പാണ്. ഈ സംഘടന പുതിയ സന്ദേശമാണ് ഈ സമൂഹത്തിന് നൽകുന്നത്. പിന്നെ അദ്ദേഹം പറയാണ്, ഇന്നലെ വരെ ചിന്നിച്ചിതറി കിടക്കുന്ന നമ്മുടെ നാട്ടിലെ സന്നദ്ധ സംഘടനകളെ മുഴുവനും ഇനി ഒരു കുടക്കീടിലേക്ക് കൊണ്ടുവരാൻ ഈ ഓർഗനൈസേഷന് സാധിക്കും. അങ്ങനെ വന്നാൽ ഉണ്ടാകുന്ന മെച്ചപ്പെടൽ നമ്മുടെ കേരളത്തിലെ മുഴുവൻ സമൂഹത്തിനുമാണ്. ആരാ പറയുന്നത്? ശ്രീ ശിവൻകുട്ടി മന്ത്രി. ഇനി പറയുന്നതാണ് പ്രധാനം. ഏതൊരു സംഘടനയും അതിന്റെ തലപ്പത്തിരിക്കുന്നവരുടെ വിശ്വാസ്യതയാണ് അതിനെ ശക്തിപ്പെടുത്തുന്നത്. നമ്മുടെ സംഘടനക്ക് അദ്ദേഹം കൂടി ഓണർഷിപ്പ് ഏറ്റെടുത്തു.
വാക്കുകൾ ശ്രദ്ധിക്കണം. നമ്മുടെ സംഘടനക്ക് അഭിമാനത്തോടെ ഈ കേരള സമൂഹത്തിന് മുന്നിൽ സമർപ്പിക്കാവുന്ന നേതൃത്വമാണ് ഉള്ളത്. എന്നിട്ട് അദ്ദേഹം ഈ നേതാക്കളെ പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ അനന്തു എനിക്ക് നല്ലവണ്ണം ബന്ധമുള്ള കക്ഷിയാണ്, അദ്ദേഹമാണ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ്, ആ ചടങ്ങിൽ പങ്കെടുക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകുമാർ ഞാൻ നല്ല ബന്ധമുള്ള വ്യക്തിയാണ്. അതുപോലെ അദ്ദേഹം പറയുന്നത് റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ, അതുപോലെ തന്നെ അനന്തകുമാർ സാറും ഇതിന്റെ തലപ്പത്തുണ്ട് എന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഈ സംഘടനക്ക് ഉണ്ടാവില്ല. അവസാനം അദ്ദേഹം കൺക്ലൂഡ് ചെയ്യുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് എന്റെ എല്ലാവിധ പിന്തുണയും, മാത്രമല്ല ഈ കേരള ഗവൺമെന്റിന്റെ എല്ലാവിധ പിന്തുണയും ഈ സംഘടനക്ക് ഉണ്ടാവുമെന്ന് ഞാൻ ഇവിടെ വ്യക്തമാക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഒരു MLA എന്ന നിലയിൽ ഞങ്ങളുടെ NGO അല്ലെങ്കിൽ അതുപോലെയുള്ള 100 കണക്കിന് NGOകൾ ഇതിൽ അംഗമാകുന്നത് 2024-ലാണ്. ഞങ്ങൾ അംഗമാകുകയല്ല, ഞങ്ങൾ ഈ കോൺഫെഡറേഷന്റെ ഭാഗമായിട്ടില്ല. പക്ഷെ ഞങ്ങൾ ഇതിനു വേണ്ടി അപേക്ഷിക്കുന്നത് ആരുടെ വാക്ക് കേട്ടിട്ടാണ്? നമ്മുടെ കേരള ഗവൺമെന്റ് എൻഡോസ് ചെയ്ത ഒരു നാഷണൽ NGO കോൺഫെഡറേഷൻ അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.